ഹായ് ഓൾ, വെൽക്കം ടു നീറ്റ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇത് യൂണിറ്റ് 6-ലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഇതിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്, മൈക്രോസ്കോപ്പിക് അനാട്ടമി ഓഫ് ടെസ്റ്റിസ് ആൻഡ് ഓവറി, gametogenesis, that is spermatogenesis and oogenesis, menstrual cycle, fertilization, embryo development up to blastocyst formation, implantation, pregnancy and placenta formation, parturition and lactation. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയാണ് പഠിക്കുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതായത് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓർഗൻസ് ചേർന്നിട്ടാണ് സിസ്റ്റംസ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത് ഓർഗൻസ് ചേർന്നിട്ടാണ്. ഇതെന്തൊക്കെയാണ്? എ പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്സ്, ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അതായത് ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ട്, അതായത് രണ്ടെണ്ണം. അതുപോലെ ആക്സസറി ഡക്ട്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഗ്ലാൻസ് ഉണ്ട്, ഗ്രന്ഥികളുണ്ട്, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് എ പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്സ്, ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ആക്സസറി ഡക്ട്സിനെ കുറിച്ചും ഗ്ലാൻസിനെ പറ്റിയൊക്കെ ഇപ്പോൾ പഠിക്കും. ഇനി ഈ ഓർഗൻ സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അത് നമ്മുടെ പെൽവിസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇടുപ്പിൽ. ഇടുപ്പെന്ന് പറയുമ്പോൾ വയറിന് താഴെ തുടയ്ക്ക് മുകളിലുമായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇടുപ്പെന്ന് പറയുന്നത്. ഇതിനെയാണ് പെൽവിസ് റീജിയൻ എന്ന് പറയുന്നത്. പെൽവിസ് റീജിയനിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഓർഗൻസ് ഒക്കെ ഇരിക്കുന്നത്. ഇനി ഇതിലെ ഒരു പ്രത്യേകത, എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് രണ്ട് ടെസ്റ്റിസ്. ഇത് അബ്ഡോമിനൽ വാളിൻ്റെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്താണ് ഇരിക്കുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ വയറ് ഇരിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ അടിവയറെന്നൊക്കെ പറയാം. ഇതിന് പുറത്തായിട്ടാണ് ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. വെറുതെ അങ്ങ് ഇരിക്കുകയല്ല, അത് ഒരു പൗച്ചിനുള്ളിലാണ് ഇരിക്കുന്നത്. ഈ പൗച്ചിനെയാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിനായിട്ടുള്ള ഒരു ഓർഗനാണ് ടെസ്റ്റിസ്. ഒരു പെയർ ടെസ്റ്റിസ് ആണ് ഹ്യൂമൻസിലുള്ളത്. ഈ ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിലല്ല ഇരിക്കുന്നത്, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഔട്ട്സൈഡാണ്. ഔട്ട്സൈഡായിട്ട് ഒരു പൗച്ചിനുള്ളിലാണ് ഇരിക്കുന്നത്. ഈ പൗച്ചിനെയാണ് സ്ക്രോട്ടം എന്ന് വിളിക്കുന്നത്. എന്തിനാണ് ഈ സ്ക്രോട്ടം ഉള്ളത്? കാരണം ഈ സ്ക്രോട്ടത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ടെസ്റ്റിസിന് ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും എപ്പോഴും ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും ടെസ്റ്റിസിലെ ടെമ്പറേച്ചർ. കാരണം അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ എപ്പോഴും ബോഡി ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും ടെസ്റ്റിസിൻ്റെയും ടെമ്പറേച്ചർ. പക്ഷേ സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിൽ അബ്ഡോമിനൽ വാളിൻ്റെ പുറമേ ഇരിക്കുന്നതുകൊണ്ട്, അബ്ഡോമിനൽ വാളിൻ്റെ ഔട്ട്സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഈ സ്ക്രോട്ടത്തിനുള്ളിലെ ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവായിരിക്കും. ഇതെന്തിനാണ് ഇങ്ങനെ ടെമ്പറേച്ചർ കുറച്ച് വെക്കുന്നത്? കാരണം ഈ ഒരു രീതിയിൽ, ഈ ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞിരുന്നാൽ മാത്രമേ അവിടെ സ്പെർമറ്റോജനസിസ് നടക്കത്തുള്ളൂ. സ്പെർമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ വേർഡ് മീനിങ് തന്നെ സ്പേം ഫോർമേഷൻ എന്നാണ്. സ്പെർമറ്റോജനസിസ്, അതായത് സ്പേം ഫോർമേഷൻ നടക്കുന്നത് ടെസ്റ്റിസിനുള്ളിലാണ്. ഇങ്ങനെ സ്പേംസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റിസിനെ സ്ക്രോട്ടത്തിനുള്ളിലായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ടെസ്റ്റിസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട്. ടെസ്റ്റിസിൻ്റെ ഷേപ്പ് ഒരു ഓവൽ ഷേപ്പാണ്. അതുപോലെ ഇതിന് ഏകദേശം 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കും, 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഉണ്ടായിരിക്കും. ഇനി ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കട്ടിയായിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്. ഓരോ ടെസ്റ്റിസിലും നമ്മൾ പറഞ്ഞു 2 ടെസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റിസിലും ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്.
അതായത് ടെസ്റ്റിസിനെ ഇങ്ങനെ ഒരുപാടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഡിവിഷനെയാണ് നമ്മൾ ടെസ്റ്റിക്കുലർ ലോബ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഓരോ ഡിവിഷനെയാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾ എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റിസ് എടുത്ത് നോക്കിയാൽ ഏകദേശം 200 മുതൽ 250 ലോബ്യൂൾസ് വരെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ലോബ്യൂളിനകത്ത് എന്താണ്? ഓരോ ലോബ്യൂളിലും 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ചില ട്യൂബ്യൂൾസിനെ കാണാൻ പറ്റും. അവരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അതായത് ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്താണ്? ഓവൽ ഷേപ്പാണ്. 4 to 5 സെൻറ്റിമീറ്റർ ലെങ്തും 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഉണ്ട് ഇതിന്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കട്ടിയുള്ള കവറിങ് ഉണ്ട്. അതുപോലെ ഓരോ ടെസ്റ്റിസിനെയും ഒരുപാട് ലോബ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഒരു ടെസ്റ്റിക്കുലർ അല്ലെങ്കിൽ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളും നമ്മൾ എടുത്തു നോക്കിയാൽ അതിനകത്തെല്ലാം 1 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഹൈലി കോയിൽഡ് ആണ്. അതായത് ഒരുപാട് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞാണ് കാണപ്പെടുന്നത്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ പറ്റി. ടെസ്റ്റിസിനകത്തുള്ള ടെസ്റ്റിക്കുലർ ലോബ്, ഈ ലോബിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതായത് ഈ ലോബിൻ്റെ അകത്ത്. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ എന്താണ്? അതിനകത്തും 2 ടൈപ്പ് സെൽസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ഒന്നാണ് മെയിൽ ജേം സെൽ, അല്ലെങ്കിൽ അതിനെ സ്പെർമറ്റോഗോണിയ എന്നും വിളിക്കുന്നു. മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവരാണ് സ്പേം ഫോർമേഷന് കാരണമാകുന്നത്. കാരണം മെയിൽ ജേം സെൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പെർമറ്റോഗോണിയ, അതായത് സ്പേം ഫോം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഈ മെയിൽ ജേം സെൽസിൽ മിയോസിസ് നടന്നിട്ടാണ് സ്പേംസ് ഫോം ചെയ്യുന്നത്. മെയിൽ ജേം സെൽസിൽ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു. എന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേംസ് ഫോം ചെയ്യുന്നു. ഇതാണ് സ്പെർമറ്റോഗോണിയയുടെ ഫംഗ്ഷൻ. ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ടൈപ്പ് സെൽസ് ആണ് സെർട്ടോളി സെൽസ്. ഈ സെർട്ടോളി സെൽസ് എന്താണ് ചെയ്യുന്നത്? അവർ ഈ ജേം സെൽസിന് ആവശ്യമായ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യും. അതാണ് സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ. അതായത് ഇപ്പം നമ്മൾ പഠിച്ചു, ടെസ്റ്റിസിൽ സ്പേം ഉണ്ടാകുന്നത് എവിടെയാണ്? മെയിൽ ജേം സെൽസിലാണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത്. ഈ സ്പേം ഫോർമേഷന് കാരണമാകുന്ന മെയിൽ ജേം സെൽസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ് ഉള്ളത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ മെയിൽ ജേം സെൽസിനെ കൂടാതെ സെർട്ടോളി സെൽസ് എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് സെല്ലും കൂടി ഉണ്ട്. ഈ സെൽസാണ് ജേം സെൽസിന് ആവശ്യമായ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് ഉള്ളത്. സെമിനിഫറസ് ട്യൂബ്യൂള് ടെസ്റ്റിസിൻ്റെ ഓരോ കമ്പാർട്ട്മെൻ്റായ ടെസ്റ്റിക്കുലർ ലോബ്യൂളിലാണ് ഉള്ളത്. ഇനി ഈ ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡെൻസ് ആയിട്ടുള്ള കവറിങ് ഉണ്ട്. അതുപോലെ ഇവർ എവിടെയാണ് ഇരിക്കുന്നത്? പെൽവിസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻ എ പൗച്ച് കോൾഡ് സ്ക്രോട്ടം. ഇനി നമ്മൾ പറഞ്ഞല്ലോ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിലാണ് ഇരിക്കുന്നത്. ഈ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇരിക്കുന്നതല്ലാതെ കുറച്ച് സ്പേസ് എന്തായാലും കാണുമല്ലോ. കാരണം ഇതൊരു ടെസ്റ്റിസ് ആണെങ്കിൽ അതിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിക്കാം. ഇതൊരു ടെസ്റ്റിക്കുലർ ലോബ്യൂള്. ഇതിൽ 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇരുന്നതിന് ശേഷം ബാക്കി കുറച്ച് സ്പേസ് എന്തായാലും അധികം വരും. ഈ സ്പേസിനെയാണ് ഇൻ്റർസ്റ്റീഷ്യസ് സ്പേസസ് എന്ന് വിളിക്കുന്നത്. അതായത് ടെസ്റ്റിക്കുലർ ലോബ്യൂളിനുള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂളിനെ കൂടാതെ കുറച്ച് ഇൻ്റർസ്റ്റീഷ്യസ് സ്പേസും കൂടി ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇല്ലാത്ത സ്പേസ് ആണ് ഇൻ്റർസ്റ്റീഷ്യസ് സ്പേസ് എന്ന് വിളിക്കുന്നത്. ഈ സ്പേസിൽ എന്താണുള്ളത്? കുറച്ച് ബ്ലഡ് വെസൽസ് ഉണ്ട്, അതുപോലെ ഇൻ്റർസ്റ്റീഷ്യസ് സെൽസ് ഉണ്ട്. ഇൻ്റർസ്റ്റീഷ്യസ് സ്പേസിൽ കാണപ്പെടുന്ന സെൽസിനെയാണ് ഇൻ്റർസ്റ്റീഷ്യസ് സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റർസ്റ്റീഷ്യസ് സ്പേസിൽ ഇൻ്റർസ്റ്റീഷ്യസ് സെൽസും ഉണ്ട്, കുറച്ച് ബ്ലഡ് വെസൽസും ഉണ്ട്. കാരണം അവിടെയുള്ള സ്ട്രക്ചേഴ്സിന് ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമുണ്ടല്ലോ, അതിനാണ് ബ്ലഡ് വെസൽസ്. ഇനി ഇൻ്റർസ്റ്റീഷ്യസ് സെൽസ് എന്തിനാണ്? ഇൻ്റർസ്റ്റീഷ്യസ് സെൽസിൻ്റെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലേഡിക് സെൽസ്.
ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. ഈ ലേഡിക് സെൽസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അവരാണ് ടെസ്റ്റിക്കുലാർ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും. ടെസ്റ്റിക്കുലർ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ആൻഡ്രോജൻസ്. ഇതിനെയാണ് മെയിൽ ഹോർമോൺസ് എന്ന് പറയുന്നത്. മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് ആൻഡ്രോജൻസിനെയാണ്. അതാണ് അതിനെ തന്നെയാണ് ടെസ്റ്റിക്കുലാർ ഹോർമോൺ എന്ന് പറയുന്നത്. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിലാണ്. അതുകൊണ്ടാണ് ടെസ്റ്റിക്കുലാർ ഹോർമോൺ എന്ന് പറയുന്നത്. ഇതാണ് മെയിൽ സെക്സ് ഹോർമോൺ. ഈ മെയിൽ സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലാർ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുള്ള ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് ആണ്. ലേഡിക് സെൽസ് ആണ് ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കുറച്ച് ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റൻറ്റ് സെൽസും ഉണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് സെൽസും ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ആയ ലേഡിക് സെൽസ് ഉണ്ട്, അതുപോലെ കുറച്ച് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആയിട്ടുള്ള സെൽസും ഉണ്ട്. ഇതാണ് ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ. ഇനി ടെസ്റ്റിസ് കൂടാതെ നമുക്ക് കുറച്ച് ആക്സസറി ഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസ് കൂടാതെ ആക്സസറി ഡക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ ആക്സസറി ഡക്ട്സ്? ആദ്യത്തേതാണ് റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്. അപ്പം മെയിൽ സെക്സ് ആക്സസറി ഡക്ട്സ് എന്ന് വെച്ചാൽ റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, ഇത്രയും ചേരുന്നതാണ്. ഇനി ഈ ഡക്ട്സ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചത് സെമിനിഫറസ് ട്യൂബ്യൂൾ വരെയാണ്. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്താണ് സ്പേം ഫോർമേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സ്പെർമറ്റോജനസിസ് നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത സ്പേംസിന് പുറത്തേക്ക് വരണം. അപ്പോൾ അതെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? അങ്ങനെ ആ സ്പേമിന് നമ്മുടെ ബോഡിയുടെ ഔട്ട്സൈഡിലേക്ക് എത്താൻ അത് ട്രാവൽ ചെയ്യുന്ന ആ റൂട്ട്സിനെയാണ് നമ്മൾ ആക്സസറി ഡക്ട്സ് എന്ന് പറയുന്നത്. ഈ ഡക്ട്സിൽ കൂടിയാണ് സ്പേം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ഇതിന് വാസ എഫറൻഷ്യയിലേക്ക് എത്തണം. അതെങ്ങനെയാണ് എത്തുന്നത്? റെറ്റെ ടെസ്റ്റിസ് വഴിയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഇരിക്കുന്ന സ്പേംസ് വാസ എഫറൻഷ്യയിൽ എത്തുന്നത്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് ആദ്യം തന്നെ സ്പേം റെറ്റെ ടെസ്റ്റിസിൽ എത്തുന്നു. അവിടുന്ന് വാസ എഫറൻഷ്യ എന്ന് പറയുന്ന ഡക്റ്റിലേക്ക് പോകുന്നു. അതിനുശേഷം ഇത് എപ്പിഡിഡിമിസിലാണ് എത്തുന്നത്. എപ്പിഡിഡിമിസിൻ്റെ പ്രത്യേകത, ഇവിടെയാണ് നമ്മുടെ സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്പേം ഫോം ചെയ്യുന്ന അപ്പം തന്നെ ബോഡി അതിനെ റിലീസ് ചെയ്യുന്നില്ല, അല്ലാത്ത ടൈംസിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ സ്പേം ബോഡിയുടെ പുറത്ത് വരുന്നത് വരെ സ്പേമിനെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ പുതിയ പുതിയ സ്പേംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ സ്പേസ് ഇല്ല. അതുകൊണ്ട് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ തന്നെ ഇതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് റെറ്റെ ടെസ്റ്റിസിലൂടെ വാസ എഫറൻഷ്യയിൽ എത്തുന്നു. അതിനുശേഷമാണ് എപ്പിഡിഡിമിസിൽ എത്തുന്നത്. എപ്പിഡിഡിമിസിലാണ് ഈ സ്പേംസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റോറേജ് ടൈം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എപ്പിഡിഡിമിസിലാണ് ഈ സ്പേംസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്പേംസ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് എപ്പിഡിഡിമിസിൽ വെച്ചിട്ടാണ്. അതായത് എപ്പിഡിഡിമിസിലാണ് സ്പേംസിനെ സ്റ്റോർ ചെയ്യുന്നത്. കാരണം സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ സ്പേംസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല, ബോഡിയുടെ പുറത്തേക്ക് സ്പേംസ് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഈ സ്പേംസിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സ്പേംസിൻ്റെ സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എപ്പിഡിഡിമിസ് ആണ്. അതായത് എപ്പിഡിഡിമിസിൽ സ്പേംസ് കുറച്ച് സമയം ഇരിക്കും. അങ്ങനെ എപ്പിഡിഡിമിസിൽ ഇരിക്കുന്ന ടൈമിലാണ് ഈ സ്പേംസ് മെച്ചുറേഷൻ നടക്കുന്നത്. സ്പേംസ് മെച്ചുർ ആവുന്നത് എപ്പിഡിഡിമിസിൽ വെച്ചാണ്. ഇനി ഇങ്ങനെ മെച്ചുറായ സ്പേം എന്താണ് വാസ് ഡെഫറൻസിലേക്കാണ് എത്തുന്നത്. അതായത് സ്പേംസ് മെച്ചുറായി, അപ്പോൾ ഈ ടൈമിലാണ് നമുക്കൊരു ഇൻസെമിനേഷൻ വരുന്നത്, അല്ലെങ്കിൽ സ്പേംസിനെ നമ്മുടെ ബോഡിയുടെ പുറത്തേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ ഒരു ടൈം വരുമ്പോൾ എപ്പിഡിഡിമിസിൽ നിന്നും ഈ സ്പേം വാസ് ഡെഫറൻസിലേക്ക് എത്തുന്നു.
ഇനി ഈ വാസ് ഡെഫറൻസിന്റെ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡറിനെ ചുറ്റിയിട്ടാണ് കടന്നു പോകുന്നത്. അതായത് വാസ് ഡെഫറൻസ് ലൂപ്സ് ഓവർ യൂറിനറി ബ്ലാഡർ. മെയിൽസിന്റെ യൂറിനറി ബ്ലാഡറിനെ ചുറ്റിയിട്ടാണ് വാസ് ഡെഫറൻസ് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ യൂറിനറി ബ്ലാഡറിനെ ചുറ്റിയിട്ട് താഴേക്ക് വരുന്ന വഴിയിൽ വെച്ച് ഇത് മറ്റൊരു ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യും. ആ ഡക്റ്റാണ് സെമിനൽ വെസിക്കിൾ ഡക്റ്റ്. അതായത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് സെമിനൽ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് നമ്മളിപ്പോൾ തന്നെ പഠിക്കും. അപ്പോൾ ഈ സെമിനൽ പ്ലാസ്മ റിലീസ് ചെയ്യുന്ന ആ ഒരു ഡക്റ്റാണ് സെമിനൽ വെസിക്കിൾ ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാസ് ഡെഫറൻസ് യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ സെമിനൽ വെസിക്കിൾ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറുന്നു. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് പിന്നെ എന്താണ്? യുറീത്ര ആയിട്ട് മാറും. യുറീത്ര പിന്നെ പെനിസിലൂടെ യുറീത്രൽ മിയാറ്റസ് വരെ എത്തും. ഈ യുറീത്രൽ മിയാറ്റസിൽ കൂടിയാണ് സ്പേം നമ്മുടെ ബോഡിയുടെ പുറത്തേക്ക് എത്തുന്നത്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ പ്രൊഡ്യൂസ് ചെയ്ത സ്പേം റെറ്റെ ടെസ്റ്റിസ് വഴി വാസ എഫറൻഷ്യയിൽ എത്തുന്നു. വാസ എഫറൻഷ്യയിൽ നിന്ന് എപ്പിഡിഡിമസിൽ എത്തുന്ന സ്പേംസ് കുറച്ചു കാലം അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഈ ടൈമിലാണ് സ്പേംസ് മെച്യൂർ ആവുന്നത്. അല്ലെങ്കിൽ സ്പേം മെച്യൂറേഷൻ നടക്കുന്നത് എപ്പിഡിഡിമസിൽ വെച്ചിട്ടാണ്. അതിനുശേഷം ഇത് വാസ് ഡെഫറൻസിലേക്ക് എത്തുന്നു. വാസ് ഡെഫറൻസ് യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ചെയ്ത് താഴേക്ക് വരുമ്പോഴാണ് സെമിനൽ വെസിക്കിൾ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. എന്നിട്ടാണ് അത് ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറുന്നത്. വീണ്ടും താഴേക്ക് വരുമ്പോൾ അത് യുറീത്രയായിട്ട് മാറും. എന്നിട്ട് ഇത് രണ്ടും കൂടി പെനിസിലൂടെ യുറീത്രൽ മിയാറ്റസിലേക്ക് എത്തുന്നു. യുറീത്രൽ മിയാറ്റസിലൂടെ സ്പേംസ് ബോഡിയുടെ പുറത്തേക്ക് എത്തുന്നു. അടുത്തതാണ് പെനിസ്. പെനിസ് എന്ന് പറഞ്ഞാൽ മെയിൽ എക്സ്റ്റേണൽ ജെനീറ്റാലിയയാണ്. ഇതിനെ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് ഇൻസെമിനേഷൻ്റെ ടൈമിൽ ഈ പെനിസ് ഇറക്റ്റ് ആവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ആ ടൈമിൽ മാത്രം ഇറക്റ്റ് ആവുകയും അല്ലാത്ത ടൈമിൽ നോർമലായിട്ട് ഇരിക്കുകയും ചെയ്യണമെങ്കിൽ അതിനൊരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ കൊണ്ടാണ് മെയിൽ എക്സ്റ്റേണൽ ജെനീറ്റാലിയ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഈ പെനിസിന് തന്നെ പല പാർട്സ് ഉണ്ട്. പെനിസിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് എൻലാർജ്ഡ് ആയിരിക്കും, അതായത് കുറച്ച് വലുതായിട്ടിരിക്കും. പെനിസ് ഫുള്ളായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ എൻഡ് മാത്രം കുറച്ച് വീർത്തിരിക്കും, അല്ലെങ്കിൽ വലുതായിട്ടിരിക്കും. ആ ഒരു പാർട്ടിനെയാണ് ഗ്ലാൻസ് പെനിസ് എന്ന് വിളിക്കുന്നത്. ഇനി ആ ഭാഗത്തിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ടായിരിക്കും. അതായത് ആ സ്കിന്ന് ആ താഴ്ഭാഗവുമായിട്ട് അറ്റാച്ച്ഡ് അല്ലായിരിക്കും, അത് ലൂസാണ്. അതുകൊണ്ട് തന്നെ അതിനെ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ എന്നാണ് വിളിക്കുന്നത്. അതാണ് ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്ത് കാണപ്പെടുന്നത്. അതിനെയാണ് ഫോർ സ്കിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെയിൽ എക്സ്റ്റേണൽ ജെനറ്റാലിയാണ് പെനിസ്. ഇത് ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇൻസെമിനേഷൻ്റെ ടൈമിൽ ഈ പെനിസ് ഇറക്റ്റ് ആവേണ്ടത് ആവശ്യമുണ്ട്, അതുകൊണ്ട്. ഇനി പെനിസിൻ്റെ എൻലാർജ്ഡ് എൻഡാണ് ഗ്ലാൻസ് പെനിസ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്, അതാണ് ഫോർ സ്കിൻ. ഇനി മെയിൽസിന് ചില ആക്സസറി ഗ്ലാൻസ് ഉണ്ട്. അതേതൊക്കെയാണ്? അപ്പോൾ ഇപ്പം നമ്മൾ ടെസ്റ്റിസിനെ പറ്റി പഠിച്ചു, ആക്സസറി ഡക്സിനെ പറ്റി പഠിച്ചു, എക്സ്റ്റേണൽ ജെനേറ്റാലിയെ പറ്റി പഠിച്ചു. അടുത്തതാണ് ആക്സസറി ഗ്ലാൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ആക്സസറി ഗ്ലാൻസ്? എ പെയേർഡ് സെമിനൽ വെസിക്കിൾസ്, എ പ്രോസ്റ്റേറ്റ്, എ പെയേർഡ് ബൾബോ യുറീത്രൽ ഗ്ലാൻസ്. അതായത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സെമിനൽ വെസിക്കിൾ ഡക്റ്റ്. അത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഡക്റ്റാണ് സെമിനൽ വെസിക്കിൾ ഡക്റ്റ്. അപ്പോൾ ഈ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് ഒരു ആക്സസറി ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. രണ്ട് സെമിനൽ വെസിക്കിൾ ഉണ്ട്, അതായത് ഒരു പെയർ. അതുപോലെ ഒരു പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. പിന്നീട് ബൾബോ യുറീത്രൽ ഗ്ലാൻഡും ഉണ്ട്. ഈ ബൾബോ യുറീത്രൽ ഗ്ലാൻഡും രണ്ടെണ്ണം ഉണ്ട്, അതായത് ഒരു പെയറാണ്. ഒരു പെയർ സെമിനൽ വെസിക്കിൾ, ഒരു പെയർ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്, ഒരു പ്രോസ്റ്റേറ്റ്. പ്രോസ്റ്റേറ്റ് ഒരെണ്ണേ ഉള്ളൂ, ഒരു പെയർ അല്ല, ഒറ്റൊരെണ്ണേ ഉള്ളൂ പ്രോസ്റ്റേറ്റ്. ഇത്രയും ചേരുന്നതാണ് ആക്സസറി ഗ്ലാൻസ്.
ഈ ആക്സസറി ഗ്ലാൻസിൻ്റെ ഫങ്ഷൻ എന്താണ്? സെമിനൽ വെസിക്കിൾസും പ്രോസ്റ്റേറ്റും ബൾബോ യുറിത്രൽ ഗ്ലാൻഡും ചേർന്നിട്ട് ഒരു സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്രവം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയാണ് സെമിനൽ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. അതായത് സെമിനൽ വെസിക്കിളും ബൾബോ യുറിത്രൽ ഗ്ലാൻഡും പ്രോസ്റ്റേറ്റും കൂടി ഉണ്ടാക്കുന്ന സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രക്ടോസും കാൽസ്യവും അതുപോലെ ചില എൻസൈംസിനെയും കാണാൻ പറ്റും. ഒരുപാട് ഫ്രക്ടോസും കാൽസ്യവും കുറച്ച് എൻസൈംസും ഒക്കെ ചേർന്നതാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്ന സെക്രീഷൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിള്, പ്രോസ്റ്റേറ്റ്, ബൾബോ യുറിത്രൽ ഗ്ലാൻഡ്സ് ഇവരാണ്. അപ്പോൾ എന്തിനാണ് ഈ സെമിനൽ പ്ലാസ്മയിൽ ഇത്രയും ഫ്രക്ടോസും കാൽസ്യവും ചില എൻസൈംസും ഒക്കെ? കാരണം നമ്മുടെ സ്പേംസിന് ആവശ്യമായ എനർജി അത് ഈ ഫ്രക്ടോസിൽ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ എഗ്ഗിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ അടുത്ത് ഈസി ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കില്ല. എഗ്ഗിന് കുറേ കവറിങ് ഒക്കെ ഉണ്ട്. ഈ കവറിങ്ങിനെയൊക്കെ മുറിച്ച് അതിൻ്റെ അകത്തേക്ക് പെനട്രേറ്റ് ചെയ്താൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അതിനും ഈ എൻസൈംസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് സെമിനൽ പ്ലാസ്മയിൽ ഈ ഫ്രക്ടോസും കാൽസ്യവും എൻസൈംസും ഒക്കെ ഒരുപാടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്പേമിന് വളരെ വേഗത്തിൽ മൂവ് ചെയ്യണം, അതിനൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ ആവശ്യം. ഇനി ഇതുകൂടാതെ ബൾബോ യുറിത്രൽ ഗ്ലാൻഡിലെ സെക്രീഷൻ പെനിസിന്റെ ലൂബ്രിക്കേഷനും ഹെൽപ്പ് ചെയ്യും. ഇതാണ് സ്ട്രക്ചർ. നമ്മുടെ മെയിൽ പെൽവിസ് നമ്മളിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു പിക്ചറാണ് ഇത്. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന യുറീറ്റർ ആണ്, അതായത് കിഡ്നിന്ന് വരുന്ന ട്യൂബ്. കിഡ്നിന്ന് നമ്മുടെ യൂറിനെ ക്യാരി ചെയ്ത് യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് യുറീറ്റർ എന്ന് പറയുന്നത്. ഈ ട്യൂബ് മുകളിൽ കാണപ്പെടുന്ന ഈ വലിയ ട്യൂബാണ് യുറീറ്റർ. ആ യുറീറ്റർ എന്താണ്, യൂറിനെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി അപ്പം നമ്മൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിലായിട്ട്, യൂറിനറി ബ്ലാഡറിൻ്റെ പുറകിനായിട്ട് നമുക്ക് സെമിനൽ വെസിക്കിളിനെ കാണാൻ പറ്റും. സെമിനൽ വെസിക്കിൾ. ഈ സെമിനൽ വെസിക്കിളിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡക്റ്റ് കിടപ്പുണ്ട്. ഈ ഡക്റ്റ് നമ്മുടെ വാസ് ഡെഫറൻസുമായിട്ട് ചേർന്നിട്ടാണ് ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറുന്നത്. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു ഇതാണ് വാസ് ഡെഫറൻസ്. ഈ വാസ് ഡെഫറൻസ് എന്താണ്, യൂറിനറി ബ്ലാഡറിനെ ഇങ്ങനെ ലൂപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങി വരുന്നുണ്ട്. അവിടെ വെച്ച് ഈ സെമിനൽ വെസിക്കിൾ ഡക്റ്റുമായിട്ട് ചേർന്നാണ് ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറുന്നത്. ഇനി ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു വലിയ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു വലിയ സ്ട്രക്ചർ ഉണ്ട്, അതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അതിൻ്റെ താഴെ ചെറിയ സ്ട്രക്ചേഴ്സ് ആയിട്ട് ഇരിക്കുന്നതാണ് ബൾബോ യുറിത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഈ സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റും ബൾബോ യുറിത്രൽ ഗ്ലാൻഡും ഒക്കെ മെയിൽ ആക്സസറി ഗ്ലാൻഡ്സ് ആണ്. ഇനി ഈ ജാക്കുലേറ്ററി ഡക്റ്റ് എന്തായിട്ട് മാറുന്നുണ്ട്, യുറീത്രയായിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് അത് ഈ പെനിസിനകത്തൂടെ വന്ന് ഏറ്റവും ലാസ്റ്റ് ഇവിടെ യുറീത്രൽ മിയാറ്റസ് ആയിട്ടാണ് സ്പേംസ് പുറത്തേക്ക് വരുന്നത്. പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, അബ്ഡമിനൽ ക്യാവിറ്റിന്ന് പുറത്തായിട്ട് ഒരു പൗച്ച്. ഇതിനെയാണ് സ്ക്രോട്ടം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിസ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് യുറീറ്റർ, ഈ മുകളിൽ നിന്ന് വരുന്നത് യുറീറ്റർ ആണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും യൂറിനറി ബ്ലാഡർ ആണ്. ഇനി യൂറിനറി ബ്ലാഡറിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതാണ് സെമിനൽ വെസിക്കിള്. അതിൻ്റെ താഴെ തന്നെയുള്ള ഒരു വലിയ സ്ട്രക്ചറാണ് പ്രോസ്റ്റേറ്റ്. പിന്നെ അതിൻ്റെയും താഴെ കാണപ്പെടുന്ന ചെറിയ സ്ട്രക്ചേഴ്സ് ആണ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇനി നമ്മളിവിടെ ടെസ്റ്റിസിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ ടെസ്റ്റിസിൻ്റെ അകത്ത് ഒരുപാട് ലോബ്യൂൾസ് കാണിച്ചിട്ടുണ്ട്. അതായത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ആണത്. അതിനകത്ത് സെമി ലൂണാർ ട്യൂബ്യൂൾസ് ഉണ്ട്. ഇതിൽ നിന്ന് വരുന്ന സ്പേം റെറ്റെ ടെസ്റ്റിസിലേക്ക് പോകുന്നു. റെറ്റെ ടെസ്റ്റിസിൽ നിന്ന് വാസ എഫറൻഷ്യയിലേക്ക് പോകുന്നു. വാസ എഫറൻഷ്യയിൽ നിന്ന് എപ്പിഡിഡിമിസിലേക്ക് എത്തുന്നു. ഇവിടെയാണ് സ്പേംസിനെ സ്റ്റോർ ചെയ്യുകയും സ്പേം മെച്ചുറേഷൻ നടക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം എന്താ, ഈ എപ്പിഡിഡിമിസിൽ നിന്നാണ് ഇത് വാസ് ഡെഫറൻസിലേക്ക് എത്തുന്നത്.
പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് വാസ് ഡെഫറൻസ്? യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ചെയ്യുന്നു. ആ ടൈമിൽ ഈ സെമിനൽ വെസിക്കിൾ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറുന്നു. അത് പിന്നെ പെനിസിനകത്തൂടെ യൂറീത്രയായിട്ട് ഏറ്റവും ലാസ്റ്റ് യൂറീത്രൽ മിയാറ്റസ് ആയിട്ട് ബോഡിയുടെ പുറത്തേക്ക് എത്തുന്നു. ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയുള്ളത്. അപ്പോൾ മെയിൽസിൻ്റെ പ്രൈമറി സെക്സ് ഓർഗനാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇവരെവിടെയാണുള്ളത്? അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഔട്ട്സൈഡിൽ സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിലാണുള്ളത്. കാരണം 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കണം ഇവരുടെ ടെമ്പറേച്ചർ. ഇനി ടെസ്റ്റിസിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ടെസ്റ്റിസിലും 200 മുതൽ 250 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ്സ് കാണാൻ പറ്റും, ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ്. ഈ ഓരോ ലൊബ്യൂളിലും 1 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെയും കാണാൻ പറ്റും. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് സ്പെർമറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പേം ഫോർമേഷൻ നടക്കുന്നത്. ഇനി ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂളിനെ കൂടാതെ കുറച്ച് സ്പേസ് ഉണ്ട്. അതാണ് ഇൻഡസ്ട്രീഷ്യസ് സ്പേസ്. അവിടെയാണ് ഇൻഡസ്ട്രീഷ്യസ് സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് കാണപ്പെടുന്നത്. ഇവരാണ് ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഡക്ക് സിസ്റ്റം എങ്ങനെയാണ്? ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്ത സ്പേം ബോഡിയുടെ പുറത്തെത്തുന്നത് എങ്ങനെയാണ്? ആദ്യം റെറ്റെ ടെസ്റ്റിസിൽ എത്തും, അതുവഴി വാസ് എഫറൻഷ്യയിലേക്ക് കയറുന്നു. അതിനുശേഷം എപ്പിഡിഡിമസിൽ എത്തുന്നു, പിന്നീട് വാസ് ഡെഫറൻസിലേക്കും ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി യൂറീത്രയിലേക്കും അങ്ങനെ ബോഡിയുടെ പുറത്തേക്കും എത്തുന്നു. ഇനി മെയിൽസിന് കുറച്ച് ആക്സസറി ഗ്ലാൻസ് ഉണ്ട്. അതാണ് ഒരു പേര് സെമിനൽ വെസിക്കിൾ, അടുത്തത് ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ ഒരു പേര് ബൾബോ യുറീത്രൽ ഗ്ലാൻഡും ഉണ്ട്. ഇവരുടെ സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് ഫ്രക്ടോസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, അതുപോലെ ചില എൻസൈംസും ഉണ്ട്. ഇനി മെയിൽസിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ് പെനിസ്. അടുത്തത് ഇവർക്ക് ഒരു യുറീത്രയുണ്ട്. ഈ യുറീത്രയിലൂടെയാണ് സ്പേംസ് ബോഡിയുടെ പുറത്തേക്ക് വരുന്നത്. പിന്നെ സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റിസ് ഇരിക്കുന്ന ആ പൗച്ചാണ് സ്ക്രോട്ടം. അപ്പോൾ ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയുള്ളത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ കുറച്ച് MCQs ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ടെസ്റ്റിസ് ഓപ്പൺ ഇൻറ്റു. ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എവിടേക്കാണ് ഓപ്പൺ ആവുന്നത്? എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, റെറ്റെ ടെസ്റ്റിസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്. റെറ്റെ ടെസ്റ്റിസിലേക്കാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ആവുന്നത്. ഇവിടെ സോറി, ഈ ആൻസർ ഇച്ചിരി ബോൾഡായി കിടക്കുകയാണ്. അപ്പോൾ റെറ്റെ ടെസ്റ്റിസ് ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്പേം ട്രാൻസ്പോർട്ട്? സ്പേം ട്രാൻസ്പോർട്ടിൻ്റെ കറക്റ്റ് സീക്വൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഡക്ക് സിസ്റ്റത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം സെമിനിഫറസ് ട്യൂബ്യൂളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് റെറ്റെ ടെസ്റ്റിസിലൂടെ വാസ എഫറൻഷ്യയിലേക്ക് എത്തുന്നു. അതിനുശേഷം എപ്പിഡിഡിമസിൽ എത്തുന്ന സ്പേംസ് എന്താ അവിടെ കുറച്ചു കാലം സ്റ്റോർ ചെയ്യപ്പെടുകയും അവിടെ ഇരുന്ന് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം അത് വാസ് ഡെഫറൻസിലൂടെ ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെ യുറീത്രയിലൂടെ ബോഡിക്ക് പുറത്തു വരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, യുറീത്ര. തേർഡ് ക്വസ്റ്റ്യൻ, ലേഡിക് സെൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ സെക്രീഷൻ ഓഫ്. ലേഡിക് സെൽസ് എന്തിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ലേഡിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് ആണ്. ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് ലേഡിക് സെൽസ്. ഇവരുടെ ഫങ്ഷൻ എന്തായിരുന്നു? ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലേഡിക് സെൽസിൻ്റെ ഫങ്ഷൻ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, the human testes are situated outside the abdominal cavity inside the scrotum because. അതായത് ഹ്യൂമൻ ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തായിട്ട് സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. കാരണം എന്താണെന്ന്? ഓപ്ഷൻ എ, സ്പേംസ് റിക്വയർ ഹൈ ടെമ്പറേച്ചർ. സ്പേംസിന് ഹൈ ടെമ്പറേച്ചർ വേണ്ട. ടെസ്റ്റിസ് നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം ബോഡി ഫ്ലൂയിഡ്സ്.
ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് ടെസ്റ്റിസിന് പ്രൊട്ടക്ഷൻ വേണ്ടതുകൊണ്ടാണ്. അല്ല. Spermatogenesis requires a temperature 2 to 2.5 degree Celsius lower than body temperature. സ്പെർമറ്റോജനസിസ് നടക്കാൻ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ടെമ്പറേച്ചറാണ് വേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി എന്താ? ടെസ്റ്റോസ്റ്റെറോൺ ഈസ് ഡിസ്ട്രോയിഡ് അറ്റ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചറിൽ ടെസ്റ്റോസ്റ്റെറോൺ ഡിസ്ട്രോയിഡ് ആയി പോകുന്നു. അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദ മെയിൽ ആക്സസറി ഗ്ലാൻസ് ഇൻക്ലൂഡ്. മെയിലിൻ്റെ ആക്സസറി ഗ്ലാൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ നോക്കൂ. സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ആൻഡ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. കറക്റ്റ് ആണ്. ഇതാണ് മെയിൽസിൻ്റെ ആക്സസറി ഗ്ലാൻസ്. ഇനി സെമിനൽ വെസിക്കിൾസ് 2 ഉണ്ട്, ഒരു പെയറാണുള്ളത്. പ്രോസ്റ്റേറ്റ് ഒരെണ്ണേ ഉള്ളൂ. ബൾബോ യുറീത്രൽ ഗ്ലാൻഡും 2 ഉണ്ട്. ഇനി ഓപ്ഷൻ ബി ഒന്ന് നോക്കിക്കേ. സെമിനൽ വെസിക്കിൾസ് ആൻഡ് കോപ്പേഴ്സ് ഗ്ലാൻസ് ഓൺലി. ഈ കോപ്പേഴ്സ് ഗ്ലാൻസ് അല്ലെങ്കിൽ കൗപ്പേഴ്സ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ബൾബോ യുറീത്രൽ ഗ്ലാൻഡിനെ തന്നെയാണ്. ബൾബോ യുറീത്രൽ ഗ്ലാൻഡിന്റെ മറ്റൊരു പേരാണ് കോപ്പേഴ്സ് ഗ്ലാൻസ്. പക്ഷേ സെമിനൽ വെസിക്കിളും ബൾബോ യുറീത്രൽ ഗ്ലാൻഡും മാത്രമല്ലല്ലോ, പ്രോസ്റ്റേറ്റും കൂടി ഇല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ. ദ സൈറ്റ് ഓഫ് സ്പേം മെച്ചുറേഷൻ ഇൻ ഹ്യൂമൻസ് ഈസ്. ഹ്യൂമൻസിൽ എവിടെ വെച്ചാണ് സ്പേം മെച്ചുർ ആവുന്നത്? ഇത് നമ്മൾ ഡക്ട് സിസ്റ്റം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. എപ്പിഡിഡിമസിലാണ് സ്പേംസിനെ സ്റ്റോർ ചെയ്യപ്പെടുന്നതും അതുപോലെ സ്പേം മെച്ചുറേഷൻ നടക്കുന്നതും. എപ്പിഡിഡിമിസ് ആണ് കറക്റ്റ് ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ വായിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദി ഇജാക്കുലേറ്ററി ഡക്ട് ഈസ് ഫോംഡ് ബൈ യൂണിയൻ ഓഫ് വാസ് ഡെഫറൻസ് ആൻഡ് ഡക്ട് ഓഫ് സെമിനൽ വെസിക്കിൾ. അതായത് ഇജാക്കുലേറ്ററി ഡക്ട് ഫോം ചെയ്യുന്നത് വാസ് ഡെഫറൻസും സെമിനൽ വെസിക്കിൾ ഡക്റ്റും കൂടെ ജോയിൻ ചെയ്തിട്ടാണ്. കറക്റ്റ് ആണ്. കാരണം നമ്മൾ പഠിച്ചു വാസ് ഡെഫറൻസ് യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ചെയ്ത് വരും. ആ ടൈമിലാണ് സെമിനൽ വെസിക്കിൾ ഡക്റ്റ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ടാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2. ദ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓപ്പൺസ് ഇൻ ടു യുറീത്ര. ഇജാക്കുലേറ്ററി ഡക്റ്റ് യുറീത്രയിലേക്കാണ് തുറക്കുന്നത്. ഇതും കറക്റ്റ് ആണ്. ഇജാക്കുലേറ്ററി ഡക്റ്റിൽ നിന്ന് പിന്നീട് യുറീത്രയിലേക്കാണ് സ്പേം പോകുന്നത്. സോ 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. അസേർഷൻ. സെമിനൽ പ്ലാസ്മ ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്, കാൽസ്യം ആൻഡ് സർട്ടൻ എൻസൈംസ്. സെമിനൽ പ്ലാസ്മയിൽ ഫ്രക്ടോസ്, കാൽസ്യം, ചില എൻസൈംസ് ഇവരൊക്കെ ഉണ്ട്. കറക്റ്റ് ആണ്. റീസൺ. ദീസ് സബ്സ്റ്റൻസ് നറിഷ് ആൻഡ് എൻഹാൻസ് ദ മോട്ടിലിറ്റി ഓഫ് സ്പേംസ്. ഈ സബ്സ്റ്റൻസ് സ്പേംസിൻ്റെ മോട്ടിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു, അതുപോലെ സ്പേംസിനെ നറിഷ് ചെയ്യുന്നു. ഇതും കറക്റ്റാണ്. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റാണ്. റീസൺ അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് നീറ്റിലൊക്കെ കൂടുതലായിട്ടും സാധാരണ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ 1 ലൈനോ 2 ലൈനോ ഒക്കെ ആയിരിക്കും, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും അതുപോലെ അസേർഷൻ റീസണും വരുമ്പോഴാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അസേർഷനും റീസണും ഒക്കെ കറക്റ്റ്, നമുക്ക് അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അറിയായിരിക്കും. പക്ഷെ നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്യുന്ന ടൈമിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിൽ ഇപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്, ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതൊക്കെയാണ് കറക്റ്റ്. അപ്പോൾ ഇവർ ചിലപ്പോൾ 2ഉം 3ഉം ആണ് കറക്റ്റ്, അല്ലെങ്കിൽ 1ഉം 2ഉം 4ഉം കറക്റ്റ് ആണ്. ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആൻസർ അറിയാമെങ്കിൽ പോലും അത് മാർക്ക് ചെയ്യുന്ന ടൈമിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയോടെ ഇരുന്നിട്ട് വേണം, ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ക്ലാസ് ഇത്രയാണുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് നോക്കി എല്ലാവരും പഠിക്കുക. അപ്പോൾ അടുത്ത ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.